എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഇന്നതാ ഇവിടെ ഒരു ചായ സമയമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എന്തായാലും ഇതല്ല കേട്ടോ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലഡു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആദ്യമായിട്ടാണ് ലഡു ഉണ്ടാക്കുന്നത്. അപ്പം സിമ്പിളാണ്, പെട്ടെന്നാവും. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് കരുതി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുക, നമ്മളെങ്ങനെയാണ് നമ്മുടെ രീതിക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ. കടലപ്പൊടി 2 കപ്പ്, പഞ്ചസാര ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചതാണ്. പിന്നെ കുറച്ച് കറുത്ത മുന്തിരി, പിന്നെ കുറച്ച് വെള്ളം, പിന്നെ വറുക്കാൻ ആവശ്യത്തിന് എണ്ണ. നമുക്ക് ലഡുവിനുള്ള പൊടി കലക്കാം അല്ലേ? ഓക്കെ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കാം കേട്ടോ. തീരെ കട്ടയില്ലാണ്ട് കലക്കണം. ഒരു നുള്ളു ഉപ്പ് കേട്ടോ, മധുരം ബാലൻസ് ചെയ്യാൻ. ചിലര് ബേക്കിംഗ് സോഡയൊക്കെ ഇടുന്നുണ്ട്, അതൊന്നും ഞാനിവിടെ ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. എന്തിനാണെന്നറിയാമോ? ഇത് നമുക്ക് ഫുഡ് കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം അതിന് പകരം സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുന്നത്. ശരിക്കും ബൂന്തിയായിട്ട് അത് പിന്നെ ഉരുട്ടിയെടുക്കുന്നതാണ്. പക്ഷെ ഇത് ചിലര് കണ്ണാപ്പയിൽ ഒഴിച്ചിട്ട് ചെറിയ ചെറിയ ബൂന്തികളാക്കും. നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ഒരുപാട് വറവാവാനും പാടില്ല. വലിയ മൂപ്പാവണ്ട അല്ലേ? വേണ്ട വേണ്ട, നമുക്കിത് വറുത്ത് കോരിയിട്ട് കാണിക്കാം. ഇതുപോലെ വേഗം അത് പെട്ടെന്ന് ആവുകയും ചെയ്യും. അധികം ഒന്നും വേണ്ടല്ലോ സമയം. നമുക്കൊരു 1.5 കപ്പ് പഞ്ചസാര ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. ഇത് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഒരു വളരെ കുറച്ച് ഇത് കണ്ട ഈ പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പാനിയായി കഴിയുമ്പം ഇത് അതിലേക്കിട്ട് ഇളക്കിയെടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് നെയ്യും കൂടി ഇതിനകത്ത് ചേർക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. തണിഞ്ഞ് കഴിയുമ്പം എന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഇളകിയതാ വിട്ട് വരുന്ന പരുവം. ഇനി നമുക്കിത് ഓഫാക്കിയിട്ട് തണിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ല ഉരുട്ടി സെറ്റാക്കാം. ലഡു ഇവിടെ റെഡിയായി. 2 കപ്പ് കൊണ്ട് നമുക്കൊരു 10-35 കിട്ടിയല്ലേ? നമ്മൾ ചെറിയ ബോളാക്കിയത്. വലിയ ബോളാക്കുമ്പോ ഇത്ര എണ്ണം കിട്ടില്ല. നമ്മുടെ വീട്ടിലല്ലേ, അപ്പൊ നല്ല ഭംഗിയിൽ ചെറിയ ഉണ്ടയാക്കിയിട്ട് നല്ല സ്വാദുണ്ട് കേട്ടോ. നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്നതിലും ടേസ്റ്റ് ഉണ്ട് എന്ന് വേണം. നമ്മളെ വീട്ടിൽ തന്നെ ആക്കുന്നതല്ലേ, അപ്പൊ അതിൻ്റെതായ സ്വാദുണ്ട്. നല്ല സ്വാദാണ്. അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് ദീപാവലി ഇന്ന് ദീപാവലി അല്ലേ, അപ്പൊ നമുക്ക് മധുരം ആണല്ലോ പ്രധാനം. അപ്പൊ അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കണേ. ഞാനല്ല, ചേച്ചി ഉണ്ടാക്കിയത്. എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് വീട്ടില് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നല്ല സ്വാദുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം.
വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നെയ്പായസം ബൈ ചിമ്മു എന്ന് പറയുന്ന എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. നന്ദി, എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. അതെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദീപാവലി ആശംസ നേരുന്നു.